ഇത് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോകാം. അതിന്റെ 46 മുതലുള്ള വാക്യങ്ങൾ ഞാൻ പണ്ട് പ്രസംഗിച്ചാണ് എനിക്കറിയാം, എങ്കിലും വീണ്ടും വേറൊരു ആംഗിളിലൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവർ യെരിഹോവിൽ എത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രാനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്രാ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു ഒരു ഭിക്ഷക്കാരന്റെ നിലവിളി കേട്ടു. അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കാൻ, നിന്നെ വിളിക്കുന്നു എന്ന് ആരാണോ മിണ്ടരുതെന്ന് പറഞ്ഞവർ പറഞ്ഞു. അവനെ കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പ് ഇട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റു യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ. നമുക്ക് വളരെ സാവധാനത്തിൽ ചില പോയിന്റുകൾ, എങ്ങനെയാണ് ഒരു അത്ഭുതം നേടിയെടുത്തത്, വാക്യം പ്രതിവായിട്ട് ഞാൻ പണ്ട് പ്രസംഗിച്ചാണ്. ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് അവൻ ഒരു അത്ഭുതം നേടിയെടുത്തു, അവൻ എന്തു ചെയ്തു. അവൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യാമെങ്കിൽ അവന് ലഭിച്ചതുപോലെ നമുക്കും ഒരു അത്ഭുതം ലഭിക്കും. ഒന്ന്, അവൻ കേട്ടു. എത്ര പേരിൽ നിന്ന് കേട്ട് കാണും? ഒരാൾ നിന്ന് കേട്ടു, യേശു വന്നു, എന്റെ മുടന്നു മാറി. വേറൊരാൾ പറഞ്ഞു, എനിക്ക് രക്തസ്രാവം ഉണ്ടായിരുന്നു, യേശു എന്നെ സൗഖ്യമാക്കി, ഞാൻ അവന്റെ വസ്ത്രത്തിൽ തൊട്ടു. വേറൊരാൾ പറഞ്ഞു, എന്റെ മോള് മരിച്ചു പോയതായിരുന്നു, എന്റെ മകൻ മരിച്ചു പോയതായിരുന്നു. നയങ്ങള് കർത്താവ് യേശു അവന് ജീവൻ കൊടുത്തു. അവ പലരിൽ നിന്നും കേട്ടു. നിങ്ങൾക്കൊരു അത്ഭുതം വേണമോ? നിങ്ങൾ കേൾക്കുക. എത്ര പേരിൽ നിന്ന് കേൾക്കണം? കഴിയുന്നത്ര ആളുകളിൽ നിന്ന് കേൾക്കുക. വചനത്തിൽ നിന്ന് കേൾക്കുക, സാക്ഷ്യങ്ങളിൽ നിന്ന് കേൾക്കുക. അതുകൊണ്ട് മറക്കരുത്, നിങ്ങൾ കേൾക്കണം. എത്ര പ്രാവശ്യം കേൾക്കാമോ അത്രയും കേൾക്കുക. ഒക്കുമെങ്കിൽ കൂടെ കേൾക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ ഞാൻ 2 പ്രസംഗം കേൾക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് ഇംഗ്ലീഷിൽ, ആദ്യം ഇംഗ്ലീഷിൽ, പിന്നെ മലയാളത്തിൽ. അല്ലെങ്കിൽ 2 ഇംഗ്ലീഷിലെങ്കിലും ഞാൻ കേൾക്കും. എന്നാൽ ചില സന്ദേശങ്ങൾ, ചില സാക്ഷ്യങ്ങളുള്ള സന്ദേശങ്ങൾ ഞാൻ 5, 6, 7 പ്രാവശ്യം കേൾക്കുന്നു. വീണ്ടും കേൾക്കണം. കാരണം വിശ്വാസം കേൾവിയാൽ വരുന്നു. 2, അവൻ നിലവിളിച്ചു. അയ്യോ നിലവിളിച്ചു, കർത്താവേ, ദാവീദ് പുത്ര. നമ്മൾ ദൈവത്തോട് നിലവിളിക്കണം. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിലവിളിക്കണം. നിന്റെ നിലവിളി ഭർത്താവ് കേട്ടില്ല എന്ന് വരാം, കേൾക്കാൻ ചിലപ്പോൾ അടുത്തില്ല എന്ന് വരാം. നിന്റെ ഭാര്യ കേട്ടില്ല എന്ന് വരാം, അവരടുത്തില്ല എന്ന് വരാം. നിന്റെ അപ്പൻ കേട്ടില്ല എന്ന് വരാം. പക്ഷെ എന്റെ ദൈവം കേൾക്കും. അത് ഹൃദയത്തിൽ നിന്ന് പറയുന്ന ഒരു വിസ്പറിങ് ആയിരിക്കും, ഒരു പന്തസ്വരമായിരിക്കാം, അല്ലെങ്കിൽ ഉറക്കെ പറയുന്ന എന്റെ കർത്താവേ, അല്ലെ? അതുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുക. 1 കേട്ടു, 2 നിലവിളിച്ചു, 3 അവൻ യേശുവിനോട് പ്രാർത്ഥിച്ചു. നാമും യേശുവിനോട് പ്രാർത്ഥിക്കണം. പലർക്കും ഒരു തകരാറുണ്ട്, അവർ യേശുവിനോടും പ്രാർത്ഥിക്കും, വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കും. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരാളുടെ വീട്ടിൽ പോയി. അദ്ദേഹം ഒക്കെ പറഞ്ഞു, ഞാൻ യേശുവിനോടും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വേറെ ദൈവത്തോടും പ്രാർത്ഥിക്കണം. അല്ല, അവൻ യേശുവിനോട് മാത്രം പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് യേശുവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യേശുവിനെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ദൈവമായിട്ട്, നിങ്ങളുടെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. എന്നിട്ട് യേശുവിനോട് പ്രാർത്ഥിക്കണം. 1 അവൻ കേട്ടു, 2 നിലവിളിച്ചു, 3 യേശുവിനോട് പ്രാർത്ഥിച്ചു. അടുത്തത് ഇമ്പോർട്ടന്റ്. അവൻ എന്താ പ്രാർത്ഥിച്ചത്? ഒരു പ്രാർത്ഥനാ പുസ്തകം എടുത്ത് വെച്ച് എവിടെയാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അത് നോക്കിയല്ല പ്രാർത്ഥിച്ചത്. അവന്റെ സ്വന്തം വാചകങ്ങൾ പ്രാർത്ഥിച്ചു. ഇനി പറയുന്നത് കേട്ടെ, വേദപുസ്തകത്തിൽ ഞാൻ ഇന്ന് വരെ ഒരു ഭാഗം പോലും ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല, ഒരിടത്ത് പോലും. പഴയ നിയമത്തിലില്ല, പുതിയ നിയമത്തിലില്ല. അയ്യോ, അങ്ങനെ പ്രാർത്ഥിച്ചത് വിചാരിച്ച പാപമൊന്നുമല്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു അത്ഭുതം കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാമോ? അടുത്ത ചോദ്യം ചോദിക്കാൻ, നിങ്ങളുടെ മക്കൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാമോ? നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ കൃപയാൽ എന്റെ കുഞ്ഞുങ്ങളെല്ലാം കൊച്ചുനാളിൽ തന്നെ എന്റെ ഭാര്യ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഞാൻ പഠിപ്പിച്ചില്ല എന്നല്ല പറയുന്നത്, എങ്കിലും എന്റെ ഭാര്യയാണ് എന്നെ മുൻകൈ എടുത്തത്. കാരണം ഞാനൊന്നും വീട്ടിൽ കാണത്തില്ല. എന്റെ ഭാര്യ ചോറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത്, ഏകദേശം 1 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ചോറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഡ്രസ്സില്ലാത്ത സമയത്ത്, ഒരു ദിവസം ഞാൻ എവിടെയോ ആയിരിക്കുന്ന സമയത്ത് എന്റെ മകൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പറഞ്ഞു, അവൻ അന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. മമ്മി, അന്നേരം ഒരു പുതിയ സ്കൂളിലോട്ട് കയറിയത്, വേറൊരു സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്, മിഷൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് ഒരു കാത്തലിക് സ്കൂളിലോട്ട് മാറി. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞു, മമ്മി അടുത്ത തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നമുക്ക് അവിടുത്തെ സ്കൂളിലെ യൂണിഫോം ആയിരിക്കണം.
വെളുത്ത ഷർട്ട്, പിന്നെ വേറൊരു പാന്റ്, ഒരു ചാര നിറത്തിലുള്ള പാന്റ്. കാരണം ചൂടുകാലം കഴിഞ്ഞു, തണുപ്പ് കാലത്തേക്ക് മാറിയിരിക്കുക, അതുകൊണ്ട് മാറണം. ലില്ലി പറഞ്ഞു, എന്റെ പൈസ ഇല്ല മോനെ, ഒരു കാര്യം ചെയ്യും, നിന്റെ ഡാഡി പ്രസംഗിക്കാൻ പോയിരിക്കുക, അതുകൊണ്ട് നിനക്ക് സ്വർഗത്തിലൊരു ഡാഡിയുണ്ട്, നീ മുറിയിലോട്ട് ചെന്നിട്ട് എന്റെ സ്വർഗത്തിലെ ഡാഡിയോട് പ്രാർത്ഥിച്ചാണ്. അവന് പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നു. അവനവന്റെ മുറിയിലോട്ട് ചെന്ന് നിർമ്മിച്ച് മുട്ടുകുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, എന്റെ സ്വർഗസ്ഥനായ ദൈവമേ, എന്റെ ഡാഡി നിന്റെ വേല ചെയ്യാനായിട്ട് ആ മിഷൻ ഫീൽഡിലേക്ക് പോയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് നിന്നോട് മാത്രമേ പറയാനുള്ളൂ, എന്റെ ഡാഡി ഉണ്ടെങ്കിലും ഇവിടെ രൂപ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല, നീ എന്റെ ദൈവമാണ്. അവന് പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു. കർത്താവ് വെളുത്ത ഷർട്ട്, ചാര നിറത്തിലുള്ള പാന്റ്. അത് കഴിഞ്ഞ് വെച്ച് അവൻ ചോറുണ്ണുന്ന സമയത്ത് പോസ്റ്റ്മാൻ വന്നു. നമ്മൾ അവിശ്വസനീയമായ ഒരു കഥയാണ്. പോസ്റ്റ്മാൻ വന്ന് കഴിഞ്ഞ് വെച്ച് ചോദിച്ചു, ആരാ അബി വർഗീസ്? ലില്ലി പറഞ്ഞു, ഈ കൊച്ചന്റെ പേരിലാന്നോ രജിസ്റ്റേർഡ് ലെറ്റർ വരുന്നേ? ഇല്ലില്ല, ഇത് പറയാൻ അല്ല, ഇവിടെ ഒരു ഒറ്റ അബി വർഗീസേ ഉള്ളൂ. എഴുത്ത് വായിച്ചു. സിംഗപ്പൂരിൽ നിന്നൊരു കെ വർഗീസ്, അങ്ങൾ ഇപ്പോഴും ജീവനോടുണ്ട്, പ്രായമായി. കെ വർഗീസ് അയച്ചതാണ്. അതിനകത്ത് എഴുതുന്നു, അബി, നീ ജനിച്ച കാലം മുതൽ നിന്റെ ഡാഡിയുടെ എഴുത്ത് വരുമ്പോൾ, നീ ജനിച്ചതല്ല, നിനക്ക് പ്രായമായി കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ നിന്റെ ഡാഡിയുടെ എഴുത്ത് വരും, അന്ന് മുതൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്റെ മനസ്സിനകത്ത് വലിയൊരു പ്രേരണ, നിനക്ക് കുറച്ച് രൂപ അയക്കണമെന്ന്. പിള്ളേർക്ക് ആർക്കും രൂപ അയക്കത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ദൈവം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിനകത്തൊരു ബാങ്ക് ഡ്രാഫ്റ്റ് വെക്കുകയാണ്. അബി വർഗീസ് ഖലിമേൽ ഒരു ബാങ്ക് ഡ്രാഫ്റ്റ് വന്നു. എനിക്ക് ഓർമ്മയില്ല എത്ര രൂപ, 700-800 രൂപ അന്നത്തെ കാലത്ത് വായിച്ചാണ്. 1982 അങ്ങാണ്ടായിരിക്കണം. അയച്ചിരിക്കുകയാണ്. പറഞ്ഞു, ഇത് നിനക്ക് വേണ്ടിയാണ്. ചോദിക്കുകയാണ്, എടാ 8 വയസ്സുള്ള ഒരു കൊച്ചന് ആരെങ്കിലും ബാങ്ക് ഡ്രാഫ്റ്റ് അയക്കോ? ഇല്ല. പക്ഷെ ദൈവം അവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ചു. എന്താണ് കാരണം? നമ്മുടെ ദൈവം സൂപ്പർ നാച്ചുറലായിട്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അവൻ സൂപ്പർ നാച്ചുറലായിട്ട് ഇന്നും പ്രവർത്തിക്കും, നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ. ഹല്ലേലൂയ. തുറന്നില്ല, അതുകൊണ്ട് അവന് പാന്റ് വാങ്ങിക്കാനൊത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പാഴ്സൽ വന്നത്. ആ പാഴ്സലിനകത്ത് ആസാമിൽ നിന്നും ഒരു പാഴ്സൽ ഒരാൾ തുണി അയച്ചിരിക്കുക, വെളുത്ത തുണി. എന്നിട്ട് പറഞ്ഞ, അബി, നിനക്ക് വേണ്ടി ഇതൊരു ഷർട്ടാണ്. ഞാൻ ചോദിക്കുക, ആരെങ്കിലും കൊച്ചു പിള്ളേർക്ക് വെളുത്ത ഷർട്ടിന്റെ തുണി വാങ്ങിച്ചു കൊടുക്കും? ഇല്ല. ഏതെങ്കിലും കളറായിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ദൈവം 2 പേരെ കൊണ്ട് ഭോഷത്വം പ്രവർത്തിപ്പിച്ചു. കാരണം അവൻ കിടക്കമുറിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് സ്വർഗസ്ഥനായി ദൈവം കേട്ടു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിനോട് പ്രാർത്ഥിക്കണം, സ്വന്തം വാചകത്തിൽ പ്രാർത്ഥിക്കണം, എന്ത് വേണമോ അത് വ്യക്തമായിട്ട് ചോദിക്കണം. 5 എന്ത് പറഞ്ഞു? എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞാൽ എന്റെ യോഗ്യത കൊണ്ടല്ല, എന്റെ കുടുംബത്തിന്റെ യോഗ്യത. ഞാൻ ട്രാക്ട് കൊടുക്കുന്നുണ്ടല്ല, ഞാൻ എല്ലാ ഞായറാഴ്ചയും ട്രാക്ട് കൊടുക്കും, ഡൽഹിയിലുള്ള ദിവസങ്ങളിലെല്ലാം. ഒത്തിരി ചൂടല്ല എങ്കിൽ, മഴയല്ല എങ്കിൽ, ഞാനില്ലെങ്കിലും കൂടെ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് വെച്ച് വന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ നിൽക്കും. അവിടുത്തെ ട്രെയിൻ താഴോട്ട് വരും, മെട്രോ റെയിൽവേ സ്റ്റേഷൻ താഴോട്ട് ഇങ്ങനെ വരിക. അതിലൂടെ വരുന്നവർക്ക് ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്നു, ലില്ലി അപ്പുറത്ത് നിൽക്കുന്നു, ഞാൻ ട്രാക്ട് കൊടുക്കുന്നു. ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് ഞാൻ ട്രാക്ട് കൊടുക്കുന്നത് കൊണ്ടല്ല, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നതുകൊണ്ടല്ല, ഞാൻ ദൈവവേല ചെയ്യുന്നതല്ല, എന്റെ യോഗ്യത കൊണ്ടല്ല, അവൻ നല്ലവനായതിനാൽ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ യോഗ്യത കൊണ്ടല്ല, അവൻ നല്ല പിതാവാകിയാൽ അവന്റെ കരുണയ്ക്കനുസരിച്ച് അവൻ പ്രാർത്ഥിക്കുന്ന, കർത്താവേ എന്നോട് കരുണ തോന്നണമേ. 6 അവൻ നിർത്തുവാൻ വിസമ്മതിച്ചു. ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ അപ്പൻ പറഞ്ഞു തരും, നിർത്തടായി ഹല്ലേലൂയ പറച്ചില്, നിർത്തടായി സ്തോത്രം പറച്ചില്, ഇതെന്തുവാ, നിനക്ക് എന്തോ പറ്റി അല്ലേ എന്നൊക്കെ പറഞ്ഞു തരാം. നിങ്ങളുടെ അപ്പൻ പറഞ്ഞെന്ന് വരാം, അമ്മ പറഞ്ഞെന്ന് വരാം, നാട്ടുകാർ പറഞ്ഞെന്ന് വരാം, വീട്ടുകാർ പറഞ്ഞെന്ന് വരാം, പള്ളിക്കാർ പറഞ്ഞെന്ന് വരാം, ആരല്ല, യേശുവിന്റെ ശിഷ്യന്മാർ വരെ പറഞ്ഞു മിണ്ടാതിരിയെന്ന്. പക്ഷെ അവൻ നിർത്തിയില്ല. ഞാൻ നിങ്ങളൊക്കെ പറയും, നിങ്ങളെ പ്രാർത്ഥന നിർത്തരുത്, നിന്റെ കരച്ചിൽ നിർത്തരുത്, അവൻ കാണുന്നത് വരെ നിന്റെ കരച്ചിൽ നിർത്തരുത്. ഹല്ലേലൂയ. ആളുകൾ ശാസിച്ചു, ശാസിച്ചിട്ട് നിർത്തിയില്ല. നിങ്ങളെയും ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ശാസിച്ചെന്ന് വരാം, ആരെങ്കിലും ഒക്കെ നിങ്ങളെ അടിച്ചെന്ന് വരാം, ആരെങ്കിലും ഒക്കെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് വരാം, ചിലപ്പോൾ ജോലി പോയെന്ന് വരും. പക്ഷെ നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത്. ശാസിച്ചിട്ട് നിർത്തിയില്ല. ഹല്ലേലൂയ. അടുത്തത്, ഹല്ലേലൂയ, അവന്റെ പുതപ്പ് എറിഞ്ഞു കളഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവന്റെ പുതപ്പ്, ഏത് പുതപ്പാണ്? പിച്ചക്കാരന്റെ പുതപ്പ്. അതിനകത്ത് ബീഡിയുടെ തീ വീണ് കാണും. നിങ്ങൾ ബീഡി വലിച്ചിട്ടുള്ളവർക്കേ അറിയത്തുള്ളൂ, സിഗരറ്റ് വലിക്കുന്നവർക്കും അറിയത്തില്ല ബീഡി വലിക്കുന്നത്. ഞാൻ ബീഡിയും വലിച്ചിട്ടുണ്ട്, സിഗരറ്റും വലിച്ചിട്ടുണ്ട്. ഈ ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ചെറിയ പൊട്ടി വീഴും. അത് വീണ് കഴിയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു കിഴുത്ത വീഴാറുണ്ട്. അതുകൊണ്ട് അപ്പൊ അങ്ങനെ കിഴുത്ത വീണ, ബീഡിയുടെ വാടയുള്ള, കള്ളിന്റെ വാടയുള്ള, മുറുക്കാന്റെ വാടയുള്ള അവന്റെ പുതപ്പ് എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവന്റെ പാപ ജീവിതത്തോട് സലാം പറഞ്ഞാണ്. ആരെങ്കിലും പറയും, പുതപ്പെടുത്തോടെ വേണ്ട, ഇനി ആവശ്യമില്ല, ഞാൻ യേശുവിന്റെ അടുക്കൽ പോവുകയാണ്. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിങ്ങൾ യേശുവിന്റെ അടുക്കൽ പോകുമ്പോൾ നിങ്ങളുടെ പഴയ ജീവിതത്തോട് ഗുഡ് ബൈ പറയണം. ഇനിയില്ല, ഇനി സിഗരറ്റ് വലിയില്ല, ഇനിയും കള്ളുകുടിയില്ല, എന്റെ ജീവിതം അപ്പാടെ മാറുകയാണ്. കാരണം ഞാൻ യേശുവിന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ അവന്റെ സൗരഭ്യവാസനയുമായിട്ടായിരിക്കും മടങ്ങി വരുന്നത്. അവന്റെ സൗരഭ്യവാസനയുമായിട്ട് മടങ്ങി വരുന്നത്. ഹല്ലേലൂയ. ഒരു കഥ പറയാൻ ആലോചിക്കായിരുന്നു, സമയം കൂടി പോകും. ഇല്ല 10 അവൻ ചാടി എഴുന്നേറ്റു.
അവൻ ചാടി എഴുന്നേറ്റു. എന്തിനാ ചാടി എഴുന്നേറ്റ്? അനുഗ്രഹം വാങ്ങാൻ അവനൊരു ധൃതിയായിരുന്നു. ഞാൻ വീട്ടുകാരുടെയൊക്കെ ചോദിച്ചിട്ട് എഴുന്നേക്കാമെന്ന് പറഞ്ഞില്ല. പലരും അങ്ങനെ പറയുന്നേ, എന്റെ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ, എന്റെ അമ്മയോടൊന്ന് ചോദിക്കട്ടെ. അല്ല, യേശുവിന്റെ അടുക്കിലേക്ക് പോകാൻ നിങ്ങൾ ധൃതിയുള്ള മനുഷ്യനായിരിക്കണം. ശിംശോന്റെ അപ്പനെയും അമ്മയെയും എനിക്ക് വലിയ ഇഷ്ടമാണ്. ഹല്ലേലൂയ. ശിംശോന്റെ അപ്പൻ അമ്മ ചെന്ന് വിളിച്ചു കഴിഞ്ഞ സമയത്ത് അന്ന് വന്ന ദൈവപുരുഷൻ എന്റെ അടുക്കൽ വന്നിരിക്കും പറഞ്ഞപ്പോൾ അവന്റെ അപ്പൻ എഴുന്നേറ്റു. ഇന്ന് പലരും എഴുന്നേക്കുന്നില്ല. അവരെ ആലോചിച്ച് നോക്കും, ഇങ്ങനെ പോയാൽ, ഈ ഹല്ലേലൂയ പറഞ്ഞാൽ, ഈ സ്തോത്രം പറഞ്ഞാൽ, ഈ PG വർഗീസ് പറയുന്നതിലൊക്കെ ചെയ്താൽ, മറ്റു ദൈവദാസന്മാർ പറയുന്നതിലൊക്കെ ചെയ്താൽ എനിക്ക് ലാഭം ഉണ്ടാകുമോ നഷ്ടം ഉണ്ടാവും, വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ ഇല്ലയോ? ഇല്ല, ചിന്തിക്കരുത്. ഹല്ലേലൂയ. കൂട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചില്ല, വീട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചില്ല, പള്ളിക്കാരുടെ അഭിപ്രായം ചോദിച്ചില്ല, പാസ്റ്ററുടെ അഭിപ്രായം ചോദിച്ചില്ല. ദൈവം പറഞ്ഞതനുസരിച്ചു. ഞാൻ ദൈവം പറഞ്ഞ് അനുസരിച്ചില്ലായിരുന്നെങ്കിൽ ദൈവം പറഞ്ഞത് അനുസരിക്കാതെ മനുഷ്യര് പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് സുവിശേഷ വേലക്കാരനാവത്തില്ലായിരുന്നു. എന്നോട് എല്ലാവരും പറഞ്ഞു. ഒരാള് മാത്രമേ എന്നെ പ്രോത്സാഹിപ്പിച്ചുള്ളൂ ജോലി രാജിവെക്കാൻ നേരം. എന്റെ പാസ്റ്റർ, CSC കാരനായ പാസ്റ്റർ അല്ല, പെന്തിക്കോസ് പാസ്റ്റർ അല്ല, CSC കാരനായ കാശ്മീർ മിഷൻ PM തോമസ്. വേറെ ആരും പറഞ്ഞില്ല. എന്റെ വീട്ടുകാർ പിണങ്ങി. എന്റെ അമ്മാച്ചൻ എന്റെയൊക്കെ വാദിച്ചു. വേദപുസ്തകം അറിയാവുന്ന അമ്മാച്ചൻ എന്റെയൊക്കെ വാദിച്ചു. അബദ്ധം കാണിക്കരുത്. അയ്യോ, ഒന്ന് അറിയാവുന്നവരെല്ലാരും പറഞ്ഞു ജോലി രാജിവെക്കരുത്. എന്റെ ഓഫീസർമാർ പറഞ്ഞു, വർഗീസ 2.5 വർഷം കൂടെ നിനക്ക് ജോലി ചെയ്താൽ മതി. നിനക്ക് PT ഇല്ല, നിനക്ക് പരേഡില്ല, നിനക്ക് ഡിസിപ്ലിൻ ഇല്ല, നീ ഓഫീസർ കമാൻഡിങ്ങിന്റെ PA ആണ്, നിനക്കെന്തോ ജോലി ചെയ്താൽ പോരാ, 2.5 വർഷം കൂടെ കഴിഞ്ഞാൽ. എന്റെ ഓഫീസർ GN നായർ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു, വർഗീസ നീ പട്ടിണി കിടന്നിയാവും, നിന്റെ പെമ്പിള പട്ടിണി കിടന്നിയാവും, നിന്റെ കൊച്ചിനെ നീ കൊല്ലും. അബദ്ധം കാണിക്കരുത്, ജോലി രാജിവെക്കരുത്. 2.5 വർഷം കൂടെ കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടുമായിരുന്നു. എനിക്കറിയാം, ഇന്ന് ഞാൻ പെൻഷൻ കിട്ടുന്ന 36,000 രൂപ എനിക്ക് മാസം തോറും. എന്റെ കൂടെ ഉള്ളവർക്ക് 36,000 രൂപ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, 36,000 രൂപ നോക്കി ഞാൻ ഇരുന്നെങ്കിൽ നിങ്ങൾ അനേകം പേര് രക്ഷിക്കപ്പെടത്തില്ലായിരുന്നു, നിങ്ങൾ അനേകം പേരും അനുഗ്രഹം വാങ്ങിക്കത്തില്ലായിരുന്നു, നിങ്ങൾ അനേകം പേരും രോഗശാന്തി വാങ്ങിക്കത്തില്ലായിരുന്നു. എന്നാൽ ഞാൻ അന്ന് ഇറങ്ങിയത് നന്നായി. ഒരു പോഷനെ പോലെ ദൈവം പറഞ്ഞതനുസരിച്ച് നന്നായി. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് കേട്ടാട്ടെ. കൂട്ടുകാരുടെ അഭിപ്രായം നോക്കി ഇരിക്കരുത്, വീട്ടുകാരുടെ അഭിപ്രായം നോക്കി ഇരിക്കരുത്, പള്ളിക്കാർ പറയുന്നത് കേട്ടിരിക്കരുത്. യേശുവിനെ കണ്ടോ, അത് മതി. യേശു ഉണ്ടെങ്കിൽ അത് മതി. യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിക്കുക. എല്ലാരും കൈവിട്ടാലും എന്റെ യേശു കൈവിടത്തില്ല. എന്നെ എല്ലാവരും കൈവിട്ടതാണ്, പക്ഷെ എന്റെ യേശു ഇന്ന് വരെ എന്നെ കൈവിട്ടിട്ടില്ല. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ ഇരുന്നിട്ടുണ്ട്, പക്ഷെ അവൻ എന്നെ കൈവിട്ടിട്ടില്ല. അവസാന സമയത്തെങ്കിലും അവൻ എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. 11ാമത്തെ കാര്യം, അവൻ യേശുവിന്റെ അടുക്കൽ വന്നു. യേശുവിന്റെ അടുക്കൽ വരാൻ ഒരു മധ്യസ്ഥൻ വേണ്ട കേട്ടോ. ഇന്ന് പലർക്കും മധ്യസ്ഥനെ വേണം. അവരെയും വിളിക്കും, എവരെയും വിളിച്ചിട്ട് പറയും, കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കാൻ. ഇനിയും പറയുന്നതാണ്, ഞാൻ നിങ്ങളുടെ സഭയ്ക്ക് എതിരല്ല, പക്ഷെ ഞാൻ എന്റെ വേദപുസ്തകത്തിന്റെ ഉപദേശം പറയാൻ. പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ആരും തന്നെ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ യേശുവിന്റെ അടുക്കൽ ചെല്ലാൻ നിങ്ങൾക്ക് മധ്യസ്ഥന്റെ ആവശ്യമില്ല. പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ ഒക്കെ പോയിട്ടുണ്ട്, എനിക്കറിയാം. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ പ്രവാചകനായ ജീവിക്കുന്നവനായ യേശു ഉള്ളതിനാൽ യേശുവിനല്ലാതെ നിങ്ങൾക്ക് വേറൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. അതുകൊണ്ട് യേശുവിന്റെ അടുക്കൽ പോകുക. ഹല്ലേലൂയ. മധ്യസ്ഥനില്ലാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം മധ്യസ്ഥന്മാരെ ബഹുമാനിക്കരുതെന്നാണോ? ബഹുമാനിക്കാം, പക്ഷെ അവരെ ആരാധിക്കാം, അവരെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് ഹല്ലേലൂയ എന്റെ അടുക്കൽ വരിക, മുട്ടുപിൻ തുറക്കപ്പെടും എന്നൊക്കെ പറഞ്ഞവനായ കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി കൊടുത്തിരിക്കുക. അവൻ വിളിക്കുന്ന സമയത്ത് അവൻ നിന്റെ നിലവിളി കേൾക്കും. 12 അവൻ യേശുവിനോട് പറഞ്ഞു, റബ്ബൂനി എന്ന് പറഞ്ഞാൽ എന്റെ ഗുരു. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, യൂദ ഒരിക്കലും യേശുവിനെ റബ്ബൂനി എന്ന് വിളിച്ചില്ല, റബി എന്നേ വിളിച്ചുള്ളൂ, ഗുരു. എന്നാൽ ഇവിടെ പറയുകയാണ് എന്റെ ഗുരു. യൂദ ഒരിക്കലും യേശുവിനെ റബ്ബൂനി എന്ന് വിളിച്ചില്ല, റബി എന്ന് വെച്ചാൽ ഗുരു. എന്നാൽ ഈ മനുഷ്യൻ വിളിക്കുകയാണ്, ഈ ഭിക്ഷക്കാരൻ വിളിക്കുകയാണ് എന്റെ ഗുരു. ഞാൻ ചോദിക്കുക, എന്നാണ് നിങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്? എന്നെങ്കിലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോ? എന്നെങ്കിലും പറഞ്ഞു, കർത്താവേ നീ എന്റെ ദൈവം, നീ എന്റെ ദൈവം എന്ന് എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവനുമായിട്ടൊരു ബന്ധമുണ്ടായോ? ഹല്ലേലൂയ. അവനെ നിന്റെ രക്ഷകനായിട്ട് നിന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടോ? ഈ മനുഷ്യൻ വിളിച്ചു എന്റെ റബി, എന്റെ ഗുരു. അവനുമായിട്ടൊരു ബന്ധമുണ്ടാക്കി. 13 എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ നിനക്ക് തരാൻ മനസ്സുണ്ട്, എനിക്ക് വേണം. അവന് മനസ്സുണ്ട്. യേശുവിന്റെ ഒരാൾ ചോദിച്ചു, എന്നെ സുഖമാക്കുവാൻ നിനക്ക് മനസ്സുണ്ട്? യേശു പറഞ്ഞു മനസ്സുണ്ട്. അയ്യോ, അവൻ ഒരിക്കലും പറഞ്ഞു എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവന് മനസ്സുണ്ട്. ഒരു ചോദ്യമാണ്, നിനക്ക് ചോദിക്കാൻ മനസ്സുണ്ടോ? ചോദിക്കുക. തരുന്നവൻ നല്ലവനാണ്. അവൻ നല്ലവനായാലും അവനോട് വിശ്വാസം ചോദിക്കുക. അവൻ പറഞ്ഞു എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഹല്ലേലൂയ. നിനക്ക് എന്താണ് വേണ്ടുന്നത് അത് ചോദിക്കണം. എന്താണ്? ഒരിക്കലും തിരുവനന്തപുരത്ത് പോളിയോ ഹോമിൽ മീറ്റിംഗ് നടത്തുകയായിരുന്നു. അന്ന് ഞാൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കണ്ണാടി മാറിയ എത്ര പേരുണ്ട്? അന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കും,
ഇന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഇന്ന് ഞാൻ പഠിപ്പിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങളും പ്രാർത്ഥിച്ചാട്ടെ. ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യും. അന്ന് ഞാൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കണ്ണാടി മാറിയിട്ടുള്ള എത്ര പേരുണ്ട്? 10 പേരുണ്ടായിരുന്നു. ഒരൊറ്റ മീറ്റിംഗ് 10 പേരുണ്ടായിരുന്നു. ഒരു CSIയിലെ ഒരു അച്ഛന്റെ മകൻ ഉൾപ്പെടെ, എനിക്കറിയാം ഏത് CSIയിലെ അച്ഛനാണ്, അച്ഛന്റെ മകൻ ഉൾപ്പെടെ 10 പേര്. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, നിനക്ക് എന്ത് വേണം വ്യക്തമായിട്ട് ചോദിക്കാം. ഒരു കാർ വേണമെങ്കിൽ കാറിന്റെ നിറം ചോദിക്കണം. ഒരു വീട് വേണമെങ്കിൽ എത്ര മുറി വേണമെന്ന് ചോദിക്കണം. ഒരു കുറച്ച് പുരയിടം വേണമെങ്കിൽ എന്തുമാത്രം നീളം വീതി, നിനക്ക് ജോലി വേണമെങ്കിൽ എന്തുമാത്രം വേണം, അത് വ്യക്തമായിട്ട് ചോദിക്കണം. ഒരിക്കൽ ഞാൻ ഡോഹയിലായിരുന്നു. എവിടെ? കോയിപ്പുറം, കരിയിലമുക്കൽ, തങ്കപ്പൻ അങ്കിൾ, CM ജോർജ് ഡോഹയിലായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കാം. ഒരു 15 ദിവസം. അന്ന് ഡോഹയിൽ അധികം മീറ്റിംഗ് നടക്കാത്ത സമയമായതുകൊണ്ട് ഞാൻ ചെന്നപ്പോൾ ഒരു വലിയ ഉണർവുണ്ടായി. തങ്കപ്പൻ അങ്കിളെ ചോദിച്ചാൽ അറിയാം, ഒരു ഉണർവുണ്ടായി. കാരണം വരണ്ട ദേശത്ത് മഴവെള്ളം വീഴുന്നത് പോലെയായിരുന്നു. അധികം പേരും പോകാത്ത ഒരു സമയമായിരുന്നു. ഞാൻ അവിടെ ചെന്നു. ഞാൻ മീറ്റിംഗ് നടത്തി. ആ കെട്ടിടത്തിനകത്തെങ്കിലും ഇരിക്കാൻ ആളില്ല. വെളിയിലോട്ട് ടെന്റ് ഇട്ടു. വലിയ സ്ട്രിക്റ്റുള്ള സ്ഥലമാണ്. അവിടെ ടെന്റ് ഇട്ടു. ടെന്റ് എന്ന് പറഞ്ഞാൽ ടാർപ്പാളിനിട്ടു. അതിനകത്തൊക്കെ ക്യാമറ വെച്ചു. അവിടെയൊക്കെ മീറ്റിംഗ് നടക്കുകയാണ്. അന്ന് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരാൾക്കല്ല ഒത്തിരി പേർക്കും വിശ്വാസം ഉണ്ടായി. അന്നും വിശ്വാസത്തിന്റെ പ്രസംഗം ആദ്യം കാര്യമായിട്ട് ധൈര്യത്തോടെ പ്രസംഗിക്കുന്നത് ഞാനായിരിക്കണം. ആളുകൾക്ക് വിശ്വാസം ഉണ്ടായി. ഒരു ചെറുപ്പക്കാരൻ ജോലിയില്ല, തിരിച്ചു പോരാനുള്ള ദിവസം അടുത്തു വരികയാണ്. അവൻ മനസ്സിലായി എന്തെങ്കിലും വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കണം. അവൻ എന്ത് ചോദിച്ചു? അവൻ അടുത്ത ദിവസം ബാങ്കിൽ ചെന്ന് വെച്ച് പറഞ്ഞു, ഞാൻ ഈ ബാങ്കിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, എനിക്കൊരു ജോലി വേണം. അവൻ ലൈനിൽ നിന്നു. ആളുകൾ രൂപ ഇടാൻ നിൽക്കുന്ന ലൈനിൽ നിന്നു. എന്തായാലും അന്നത്തെ കാലത്ത് ക്യാമറ ഇല്ലാത്തത് നന്നായി. അവനവിടെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് പിന്നെ അടുത്ത ആളായി. അവനോട് ഇന്നുകൊണ്ട് പറഞ്ഞു, ഒരു ദിവസം ഞാൻ ഈ ബാങ്ക് വരും, അന്ന് ഞാൻ രൂപ ഇടാൻ വരുന്നതല്ല, ഞാൻ അവിടുത്തെ സ്റ്റാഫ് ആയിരിക്കും, അവിടെ ഇരിക്കും. എന്നിട്ട് അവൻ കുറച്ചുകൂടെ വിശാലമായിട്ട് പറഞ്ഞു, എനിക്ക് നോക്കുകയാണ്, ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ധൃതിയാണ്, എന്നാൽ പുറകെ ഇരിക്കുന്ന സൂപ്പർവൈസർക്ക് ജോലി കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ സൂപ്പർവൈസർ ആകും. ആ ചെറുപ്പക്കാരൻ പിന്നീട് എന്തൊക്കെ പറഞ്ഞു. അടുത്ത വർഷം ഞാൻ ചെന്നപ്പോൾ എന്തൊക്കെ പറഞ്ഞു. അവനോട് കാത്തിരുന്നു. അവൻ പിന്നെ അടുത്ത നമ്പർ വരാറായി. അവന്റെ രൂപ ഇടാനാന്നല്ലോ പോയി. അവൻ അക്കൗണ്ട് പോലും ഇല്ല. അവൻ ഇപ്പൊ ഏതാണ്ട് മറന്നതുപോലെ അവൻ തിരികെ പോരുന്നു. അടുത്ത ദിവസം പോയിരുന്നു. അവൻ 30 ദിവസം പോയിരുന്നു. 31ാമത്തെ ദിവസം അവന് തിരിച്ചു വരാനുള്ള ദിവസം 3 or 4 ഉള്ളൂ. അന്നേരം 31ാമത്തെ ദിവസം അവൻ പോയി നിന്നത് രൂപ വാങ്ങിക്കുന്ന ലൈനിലാണ്. കാരണം പറഞ്ഞു, കഴിഞ്ഞ 30 ദിവസം ഞാൻ ജോലി ചെയ്യാം. നോക്കിയ വിശ്വാസത്തിന് ശക്തിയുണ്ട്. വിശ്വാസം ഭാവന കാണുന്നു. വിശ്വാസം ഭാവനയോടെ ചോദിക്കുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ഇന്നൊരു ശമ്പളം വാങ്ങിക്കാൻ നിൽക്കുകയാണ്. അവൻ്റെ രൂപ വാങ്ങിക്കുന്നത്. അവിടെ നിന്നു. പിന്നെ അടുത്ത ആളിന്റെ നമ്പരായി. അവന്റെ നമ്പർ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഏതോ മറന്നതുപോലെ ചോദിച്ചു. അതിന്റെ 3ാമത്തെ ദിവസം അവന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ അവിടെ കിട്ടി. ഏത് ടേബിളായാലും ഇരുന്നറിയാം. മുമ്പിലത്തെ ലൈനിലല്ല, ഒത്തിരി ജോലി ചെയ്യുന്നില്ല, പുറകിനകത്തെ സൂപ്പർവൈസറുടെ ജോലി. ഒരു പുതിയതായിട്ട് അപ്പോയിന്റ്മെന്റിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ജോലി. നിനക്ക് എന്ത് വേണം? നീ ചോദിക്കണം. ആൺകുഞ്ഞ് വേണോ പെൺകുഞ്ഞ് വേണം? ചോദിക്കണം. വീടിനകത്ത് എത്ര മുറി വേണം? ചോദിക്കണം. ഏത് ജോലി വേണം? ചോദിക്കണം. വിശാലമായിട്ട് ചോദിക്കണം, വ്യക്തമായിട്ട് ചോദിക്കണം, വിശാലമായിട്ട് ചോദിക്കണം. കാരണം തരുന്നവൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. നിനക്ക് തരാൻ കഴിയും. എനിക്ക് കാഴ്ച പ്രാപിക്കണം. നിനക്ക് മനസ്സുണ്ട്. നമ്മുടെ ദൈവം കഴിവുള്ളവനാണ്, അവന് മനസ്സുള്ളവനാണ്. 14 ഇമ്പോർട്ടന്റ്, നിന്റെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ എന്ന് യേശു പറഞ്ഞു. എന്ന് പറഞ്ഞ് വിചാരിച്ചാട്ടെ, അവന് കാഴ്ച വിചാരിച്ചാട്ടെ, അവൻ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. പുരുഷനായ വൃത്തിമായ കുരുടനായ മനുഷ്യൻ അവൻ അവിടെ നിന്നുകൊണ്ട് പറയാണ്, കർത്താവേ എനിക്ക് കുരുടനാണ്, എനിക്ക് കാണാൻ ഒട്ടും കാണാൻ വയ്യ. ഒന്നും അല്ലെങ്കിൽ അല്പമായിട്ടെങ്കിലും ഒന്ന് കാണാൻ കൃപ ചെയ്യണമേ, കാക്കോസിലും ഒക്കെ പാന്നേരം കാലേ മുള്ളു കൊള്ളാതെ നടക്കാൻ സഹായിക്കണമേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അത്രയും കിട്ടും. നിന്റെ വിശ്വാസം പോലെ. അതുകൊണ്ട് നിനക്ക് വിശ്വാസത്തോടെ ചോദിക്കണം. എന്താ? തരുന്നവൻ നല്ലവനാണ്. അതുകൊണ്ട് വിശ്വാസത്തോടെ ചോദിക്കണം. കർത്താവേ ഹല്ലേലൂയ, നീ എനിക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ തരണം. കർത്താവേ ഇരട്ട കുഞ്ഞുങ്ങളെ തരണം. കർത്താവേ നീ എനിക്ക് ബലം തരണം. കർത്താവേ നീ എനിക്ക് ശക്തി തരണം. കർത്താവേ നീ എനിക്ക് ബുദ്ധി തരണം. ഹല്ലേലൂയ. 1983 ഞാൻ അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത്. എന്റെ ആദ്യത്തെ പുസ്തകമാണ്. ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, എന്റെ സ്വർഗസ്ഥനായ ദൈവമേ, 100 പുസ്തകം എഴുതാനുള്ള കൃപ തരണമേ. ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടില്ലാത്ത ഒരുത്തൻ എങ്ങനെ 100 പുസ്തകം എഴുതാൻ നോക്കും? ഇല്ല, പ്രയാസമാണ്. ഒരു സാധാരണക്കാരൻ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടുള്ള ഒരു ദൈവദാസന് പോലും 100 പുസ്തകം എഴുതുന്ന പ്രയാസമാണ്. പക്ഷെ ഞാൻ പ്രയാസത്തിലേക്ക് നോക്കിയില്ല. വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ നോക്കിയിട്ടില്ല. എന്റെ ഭാഷയുടെ ലിമിറ്റ് ചെയ്യാൻ നോക്കിയില്ല. എന്റെ ബൈബിൾ നോളജിനെ ലിമിറ്റ് ചെയ്യാൻ നോക്കിയില്ല. എന്റെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ അസാധ്യത്തെ സാധ്യമാക്കുന്നവനായ ദൈവം, കഴിവില്ലാത്തവന് കഴിവ് കൊടുക്കുന്നവനായ ദൈവം, ബുദ്ധിയില്ലാത്ത ബുദ്ധി കൊടുക്കുന്നവനായ ദൈവം, ഭാഷയില്ലാത്തവന് ഭാഷ കൊടുക്കുന്നവനായ ദൈവം, അവൻ എന്നെയും സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. പറഞ്ഞു 100 പുസ്തകം. എത്ര പുസ്തകമായെന്നറിയാം? 57 പുസ്തകമായി. ഇനി 41 പുസ്തകം കൂടെ എഴുതിയാൽ മതി. അത് വലിയ എളുപ്പമാണ്. ഈ വർഷത്തിൽ ഞാൻ വീണ്ടും 3 പുസ്തകം എഴുതാനായിട്ട് എന്റെ തലച്ചോറിനതെല്ലാം ഒരുക്കി വെച്ചിരിക്കുക. ഇനി വീണ്ടും ഞാൻ 3 പുസ്തകം എഴുതും. ഞാൻ പറയുന്നു, നിനക്ക് എന്ത് വേണം നീ ചോദിക്കണം. കർത്താവേ എനിക്ക് തരണമേ, കർത്താവേ നീ എനിക്ക് തരണമേ. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ വിശ്വാസം പോലെ നീ വിശ്വാസത്തോടെ ചോദിക്കണം. പുസ്തകം എഴുതണം,
എന്താണ് നിന്റെ വിശ്വാസം? എനിക്ക് വിവാഹം നടക്കണം. എന്താണ് നിന്റെ വിശ്വാസം? ഹല്ലേലൂയ. അവൻ ചോദിച്ചാണ് കർത്താവ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ എനിക്ക് 20/20 സൈറ്റ് ഉണ്ടാകട്ടെ. എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല കാഴ്ച ഉണ്ടാകട്ടെ. ഒരു കണ്ണിന് കാഴ്ച കിട്ടുകയല്ല, കഷ്ടിച്ച് നടക്കാനുള്ള കാഴ്ച കിട്ടുകയല്ല. അവൻ ചോദിച്ചത് അവന് കിട്ടി. അവൻ വിശ്വസിച്ചതുപോലെ അവന് കിട്ടി. ഞാൻ നിങ്ങളൊക്കെ പറയും, നിങ്ങളുടെ വിശ്വാസത്തിന് ശക്തിയുണ്ട്, നിന്റെ അവിശ്വാസത്തിന് ശക്തിയുണ്ട്. വേദപുസ്തകത്തിൽ 2 എഴുതിയിട്ടുണ്ട്. അവരുടെ അവിശ്വാസം നിമിത്തം യേശുക്രിസ്തുവിന് അവിടെ വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. യേശുക്രിസ്തു ആരാണ്? ദൈവം. ആരാണ് അവൻ? ദൈവപുത്രൻ, തൃത്വത്തിൽ രണ്ടാമൻ. അവനെ കൊണ്ട് എന്തുകൊണ്ട് സാധിച്ചില്ല? അവിടെ നിന്ന് ചിലരുടെ അവിശ്വാസം നിമിത്തം. അവന് നീ വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, വിശ്വാസം ഉണ്ടാകുകയല്ല, ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് ഇത്രയും വിശ്വാസം ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. പക്ഷെ അന്നും അല്പവിശ്വാസം ഞാൻ വളർത്തിയെടുത്തു. നിന്റെ വിശ്വാസത്തെ നീ വളർത്തിയെടുക്കുക. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ. 15 ഹല്ലേലൂയ. അവൻ യേശുവിനെ അനുഗമിച്ചു. എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. അവൻ എന്ത് ചെയ്തു? ഇതൊക്കെ അത്ഭുതമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞില്ല, ഇതുവരെ കണ്ടിട്ടില്ല, കള്ളുഷാപ്പ് എവിടെ അന്നൊന്ന് പോയി കണ്ടുകളെ ഇല്ല. അവൻ നേരെ സിനിമാ തിയേറ്ററിലേക്ക് പോയില്ല. അവൻ മന്ത്രവാദിയുടെ അടുക്കലേക്ക് പോയില്ല. അവന്റെ പഴയ ദൈവങ്ങളുടെ അടുക്കലേക്ക് പോയില്ല. അവൻ എന്ത് ചെയ്തു? യേശുവിനെ അനുഗമിച്ചു. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാ. ദൈവം നിനക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ ദൈവത്തെ അനുഗമിക്കുമോ? അതോ നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമോ? അതോ പാപജീവിതത്തിലേക്ക് പോകുമോ? ഞാൻ ചോദിക്കുകയാണ്. ഇനിയും ദൈവം നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ നീ എന്ത് ചെയ്യും? അവൻ യേശുവിനെ അനുഗമിച്ചു. എവിടത്തേക്ക് അനുഗമിച്ചു? അതാണ് ഇമ്പോർട്ടന്റ്. യേശു എവിടത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത്? 10-ാം അധ്യായം മുതൽ കാണുകയാണ്. അവൻ കുരിശിങ്കിലേക്ക് പോവുകയാണ്. അവൻ ഗോൽഗാഥയിലേക്ക് പോവുകയാണ്. അവൻ ക്രൂശിനെ അനുഗമിച്ചു. ഞാൻ നിങ്ങളൊക്കെ പറയുന്ന ഉപദേശം കേട്ടാട്ടെ, എന്റെ കർത്താവിൽ നിന്ന് അകന്നു പോകരുത്. നിനക്ക് വീടുണ്ടായി കഴിയുമ്പോൾ, നിനക്ക് സ്വത്തുണ്ടായി കഴിയുമ്പോൾ, നിന്റെ മകളുടെ വിവാഹം നടന്നു കഴിയുമ്പോൾ, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ മറക്കരുത്. എനിക്ക് പലരെയും അറിയാം, അവരുടെ ഇല്ലായ്മയുടെ കാലത്ത് അവർ ദൈവത്തെ ആരാധിച്ചു. ഒരു നല്ല മനുഷ്യന്റെ മകനായിട്ട് ജനിക്കാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. ഞാനൊരു സാധാരണ ഭാഗ്യവാനാണെന്ന് ഞാൻ കാര്യത്തിൽ കണക്കാൻ. വളരെ ഭക്തനായ ഒരു മനുഷ്യൻ. അദ്ദേഹം പാവപ്പെട്ട വീട്ടിലാണ് ജനിച്ചത്. വാഴമാണം പുഴുങ്ങി തിന്നിട്ടുണ്ടെന്ന് എന്റെ പാപ്പ പറഞ്ഞിട്ടുണ്ട്. വേറെ ആരെങ്കിലും മലയാളികൾ വാഴമാണം പുഴുങ്ങി തിന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച ഒരു കൊച്ചു വീട്ടിൽ. എന്റെ ബന്ധുക്കൾ ഇത് കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സങ്കടം തോന്നിക്കാൻ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? സത്യം പറയാൻ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ. എന്റെ പപ്പ വാഴമാണം പുഴുങ്ങി തിന്നുന്ന ഒരു ദിവസം ഒരു പക്ക കൊച്ചു കുറിയാണ്ട് കൊടുത്തുകൊണ്ടാണ് പള്ളിക്കൂടത്തെ പിള്ളേരെല്ലാം പള്ളിക്കൂടത്തിൽ പോകുന്നത്. അന്ന് എന്റെ പപ്പ ഒരു ദിവസം ഒരു പക്ക കപ്പലണ്ടി വാങ്ങിച്ചുകൊണ്ട്, പക്ക എന്ന് പറയുന്നത് ഒരു മെഷറാണ്, അതുകൊണ്ട് അമ്മച്ചെടി കൊണ്ട് കൊടുത്തു വെച്ചാൽ വറുത്ത് ഞാൻ കൊണ്ട് വിൽക്കാൻ. അമ്മച്ചി കരഞ്ഞു, കുടുംബത്തിന് പേര് ദോഷമാകത്തൊരു കപ്പലണ്ടി വിൽക്കാനോ. എന്റെ പപ്പ വിൽക്കാൻ പോയില്ല, പക്ഷെ ആഗ്രഹിച്ചു. പറയുന്നത് കേട്ടാട്ടെ, എന്റെ പപ്പ അവിടുന്ന് പണക്കാരനായി. പപ്പ നല്ലൊരു തോട്ടൽ സൂപ്രണ്ടായി. എന്റെ പപ്പായുടെ ഇല്ലായ്മയുടെ കാലത്തും ദൈവത്തോട് പ്രാർത്ഥിച്ചു. പപ്പ പണക്കാരനായി കഴിയുമ്പോൾ തോട്ടൽ സൂപ്രണ്ടായി കഴിഞ്ഞിട്ടും പപ്പ പാപം ചെയ്യാൻ പോയില്ല. പപ്പ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്ത് പാലിച്ചു. ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് കേട്ടാട്ടെ, നിനക്ക് ദൈവം നന്മ ചെയ്ത, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന, നിനക്ക് ജോലി തന്ന, നിന്റെ കുഞ്ഞുങ്ങളെ ഗൾഫിൽ അയച്ച്, നിന്നെ MBBS കാരനാക്കി, നിന്നെ എഞ്ചിനീയർ ആക്കി കഴിയുമ്പോൾ ദൈവത്തെ മറക്കരുത്, ദൈവത്തെ മറക്കരുത്. ഞാൻ ഒരിക്കൽ ഡൽഹിയിൽ പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യൻ എൻ്റെ വന്നു വെച്ച് പറഞ്ഞു, എനിക്ക് കിഡ്നി സ്റ്റോൺ ആണ്, പ്രാർത്ഥിക്കുമോ? ഞാൻ ഇത് നേരത്തെ പറഞ്ഞു, എനിക്കറിയാം. ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. അവന്റെ കിഡ്നി സ്റ്റോൺ മാറിപ്പോകണമേ കർത്താവ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അടുത്ത ദിവസം ആ മനുഷ്യൻ വന്നത് ഒരു മഞ്ചാടിക്കുരു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുക, ഒരു കടലയുടെ അത്രയുള്ള ഒരു സാധനം കൊണ്ടാണ് എൻ്റെ അടുക്ക വന്നു. ഒരു ഓറഞ്ചിന്റെ കുരുവിന്റെ അത്രയുള്ള ഒരു സാധനം കൊണ്ട് എൻ്റെ ഒക്കെ ഒന്നും വെച്ച് പറഞ്ഞു, ഞാൻ ഇന്നലെ വീട്ടിൽ ചെന്നു, എനിക്ക് പെട്ടെന്ന് എനിക്ക് ടോയ്ലറ്റിനകത്ത് ആരുണ്ടായിരുന്നു. ഞാൻ ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഈ കല്ല് പുറത്തു വന്നു. അവിടെ പ്ലാറ്റ്ഫോമിനകത്ത് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ ടോഡ് പ്രൈസ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, ഇത് കിഡ്നി സ്റ്റോൺ ആണോ? അദ്ദേഹം ഡോക്ടർമാരാണെന്ന് പറയത്തില്ല, പറഞ്ഞു ഇറ്റ് കുഡ് ബി, അതായിരിക്കാം, പക്ഷേ ഇത് ലാബറട്ടറിയിൽ കൊണ്ടുപോയി പരിശോധിച്ചെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ആ മനുഷ്യന്റെ വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തോത്രം ചെയ്തു. അദ്ദേഹത്തിന് കിഡ്നി സ്റ്റോൺ ഓപ്പറേഷൻ കൂടാതെ പുറത്തു വന്നു. ഇമ്പോസിബിൾ. ചെറിയൊരു നാളിയിൽ കൂടെ, സുഷരത്തിൽ കൂടെ ഇത്രയും വലിയൊരു കല്ല് വെളിയിൽ വരുത്തുമെന്ന് എനിക്കറിയാം. ഏകദേശം 12 വർഷം കഴിഞ്ഞിട്ട് ലോഡി റോഡിലുള്ള മെത്തഡിസ്റ്റ് ചർച്ചിലെ, ഡൽഹിയിലെ ലോഡി റോഡിലുള്ള മെത്തഡിസ്റ്റ് ചർച്ചിൽ ഞാൻ പ്രസംഗിക്കുകയായിരുന്നു. ഒരു സ്ത്രീ വന്ന് എൻ്റെ ഒക്കെ പറഞ്ഞു, വേറെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കിഡ്നി സ്റ്റോൺ പുറത്തു പോയത് അറിയാമോ? അറിയാം, അതെന്റെ ഭർത്താവായിരുന്നു. ഞാൻ പറഞ്ഞു, നേരാണോ? അദ്ദേഹം കള്ളം പറഞ്ഞു. അല്ല, ഇപ്പോഴും ഞങ്ങൾ ആ കിഡ്നി സ്റ്റോൺ ഒരു കുപ്പിക്കകത്തിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിയെ അദ്ദേഹം? അദ്ദേഹം കള്ളു കുടിച്ച് അവിടെ കിടന്ന് ഉറക്കുന്നുണ്ട്. ദൈവം അദ്ദേഹത്തെ സൗഖ്യമാക്കിയത് മഠയത്തരമായി പോയി എന്ന് എനിക്ക് ഏകദേശം തോന്നി. ഞാൻ പറയുന്നത് കേട്ടാട്ടെ, എന്റെ ദൈവം നല്ലവനാകിയാൽ, കരുണാസമ്പന്നനാകിയാൽ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. പക്ഷെ എന്റെ ചോദ്യം, അത് കഴിഞ്ഞ് നീ യേശുവിനെ പിൻപറ്റുമോ? അതോ മഞ്ഞ് ദൈവങ്ങളോട് പോകുമോ? അതോ പാപത്തിലേക്ക് പോകുമോ? ഇല്ല, യേശുവിനെ പിൻപറ്റുമെന്ന് വാക്ക് പറയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ദൈവത്തിനറിയാം. നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാട്ടെ, വ്യക്തമായിട്ട് പറഞ്ഞാട്ടെ, എന്ത് വേണം? ഞാൻ പ്രാർത്ഥിക്കട്ടെ. എന്ത് വേണം?
ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകാൻ. ഏത് ജോലി വേണം? എത്ര രൂപ ശമ്പളം വേണം? യേശുവിന്റെ നാമത്തിൽ കണ്ണടച്ചാട്ടെ. ഹല്ലേലൂയ. ജോലി ഇല്ലാത്തവർക്കും ജോലി വേണമെന്നുള്ളവരും തലയിൽ കൈവച്ചാട്ടെ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ സ്വർഗസ്ഥനായ ദൈവമേ, ആരൊക്കെയാണ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ അവർക്ക് ജോലി ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ജോലി ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർ ചോദിക്കുന്നത് പോലുള്ള ഒരു ജോലി ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആർക്കാണ് മക്കളില്ലാത്തത്? യേശുവിന്റെ നാമത്തിൽ മക്കൾ ഉണ്ടാകട്ടെ. ആർക്കാണ് രോഗമുള്ള, നടുവേദനയുള്ളത്? യേശുവിന്റെ നാമത്തിൽ നടുവേദന മാറട്ടെ. ആരുടെയാണ് മക്കളുടെ വിവാഹം നടക്കാത്തത്? യേശുവിന്റെ നാമത്തിലുള്ള വിവാഹം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ കർത്താവേ, ഇന്ന് ആരൊക്കെയാണോ ചോദിക്കുന്നത്, എനിക്ക് പരിശുദ്ധാത്മ സ്നാനം വേണം, എനിക്ക് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാനുള്ള കൃപ വേണം, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇനിയത്തെ എന്റെ അഭ്യർത്ഥന കേട്ടാട്ടെ. വേദപുസ്തകത്തിൽ പ്രകാരം പറഞ്ഞു കേട്ടാട്ടെ. കർത്താവിൽ നിന്നാകുന്നു പോകരുത് കേട്ടോ. നന്മ വരുന്നു കഴിയുമ്പോൾ നന്മയെ പിൻപറ്റരുത്, ദൈവത്തെ തന്നെ പിൻപറ്റണം. ഹല്ലേലൂയ. ഈ കർത്താവ് നിങ്ങളെ